ഹായ് ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ കടച്ചക്ക നിറയെ കിട്ടുന്ന സീസണാണല്ലോ. നമുക്കിന്ന് കടച്ചക്ക വെച്ച് ഒരു സ്പെഷ്യൽ കബാബ് റെസിപ്പി നോക്കാം. നമ്മളത് ചിക്കൻ കബാബിൻ്റെ എല്ലാം അതേ ടേസ്റ്റിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതേ സ്മെല്ലും ടേസ്റ്റുമാണ്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമേ നല്ല ക്രിസ്പിയും ആയിട്ട് ഓയിലൊന്നും അധികം കുടിക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. കോൺഫ്ലോർ അരിപ്പൊടിയെല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കത് നല്ല ക്രിസ്പി ആയി കിട്ടും. അതുകൊണ്ടാണ് കോൺഫ്ലോറും അരിപ്പൊടിയെല്ലാം ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഈ പൊടികളിലോട്ടും കടച്ചക്കയിലേക്കും പിടിക്കാനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെജിറ്റബിൾസ് ആകുമ്പോൾ നമ്മൾ ചിക്കനിലും ഫിഷിലും ചേർക്കുന്ന അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിലോട്ട് ഇനി ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഇനി കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. എഗ്ഗും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. നന്നായി തന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റാക്കി എടുക്കണം. ഓവർ ലൂസായി പോയാൽ കടച്ചക്കയുടെ മുകളിൽ നിന്ന് ഇതെല്ലാം വിട്ട് വരും. ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് വാഷ് ചെയ്ത് വെച്ച കടച്ചക്ക കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി കൈ വെച്ച് തന്നെ ഇതിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ കോട്ടിംഗ് എല്ലാം നന്നായി തന്നെ കടച്ചക്കയിൽ പിടിച്ചു വന്നോളും. ഇതിൽ ഞാനിപ്പോൾ ചിക്കൻ കബാബ് ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അതേ മസാല തന്നെയാണ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കി വരുമ്പോൾ കബാബിൻ്റെ അതേ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ കടച്ചക്കയുടെ സീസൺ ആയതുകൊണ്ട് നമുക്ക് കടച്ചക്ക വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു റെസിപ്പിയാണ്. ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഇപ്പോൾ എല്ലാം നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്കിപ്പോൾ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ എഗ്ഗും കൂടി ചേർത്ത് മസാലകൾ മിക്സ് ചെയ്തെടുത്തുകൊണ്ട് തന്നെ കോട്ടിംഗ് ഒന്നും വിട്ട് വരാതെ നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ആയി കിട്ടും. ഇതിലോട്ട് നമുക്ക് കടച്ചക്ക ഇട്ട് കൊടുക്കാം. ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്ന് വെടിവെച്ച് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഒരു സൈഡൊന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. ഈ സമയം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ മസാലയെല്ലാം നല്ല ക്രിസ്പിയായി കടച്ചക്കയെല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലോട്ട് 2-3 ഉണക്കമുളക് പൊട്ടിച്ച് വെച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതിൽ എഗ്ഗ് ചേർത്ത് മസാല റെഡിയാക്കി എടുത്തതുകൊണ്ട് തന്നെ അധികം ഓയിലൊന്നും കുടിക്കാതെ നല്ല രീതിയിൽ തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടും. കബാബ് മസാല ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ കബാബിൻ്റെ ടേസ്റ്റും നല്ലൊരു സ്മെല്ലും ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ കടച്ചക്കയെല്ലാം ഇവിടെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയായി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഉള്ളിൽ നല്ല സോഫ്റ്റും പുറമെ നല്ല ക്രിസ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.